നമസ്കാരം, എല്ലാവർക്കും മോക്ക് ടെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന കേരള PSC സിവിൽ പോലീസ് ഓഫീസർ എക്സാമുമായി ബന്ധപ്പെട്ട് തൊഴിൽ വാർത്ത നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം ഒരു സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും മികച്ച വിജയത്തിനായി എല്ലാ സപ്പോർട്ടും ഈ ചാനൽ നൽകുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. മജിസ്ട്രേറ്റുമാർക്ക് ഇൻക്വസ്റ്റ് നടത്താൻ അധികാരം നൽകുന്ന CRPC വകുപ്പേത്? CRPC 176. മജിസ്ട്രേറ്റുമാർക്ക് ഇൻക്വസ്റ്റ് നടത്താൻ അധികാരം നൽകുന്ന CRPC വകുപ്പാണ് CRPC 176. 5 അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന കവർച്ച IPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത്? ഉത്തരം IPC സെക്ഷൻ 395. IPC സെക്ഷൻ 395 പ്രകാരമാണ് 5 അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന കവർച്ച കുറ്റകരമാകുന്നത്. FIR രജിസ്റ്റർ ചെയ്ത സമയം മുതൽ ആ കേസിൻ്റെ അന്വേഷണത്തിനായി ദിവസവും നടത്തുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? കേസ് ഡയറി. FIR രജിസ്റ്റർ ചെയ്ത സമയം മുതൽ ആ കേസിൻ്റെ അന്വേഷണത്തിനായി ദിവസവും നടത്തുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് കേസ് ഡയറിയിലാണ്. ഒരാൾക്കെതിരെ കോടതി സമൻസ് പുറപ്പെടുവിക്കുന്നത് CRPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? CRPC വകുപ്പ് 61. ഒരാൾക്കെതിരെ കോടതി സമൻസ് പുറപ്പെടുവിക്കുന്നത് CRPCയുടെ 61-ാം വകുപ്പ് പ്രകാരമാണ്. കോടതി സെർച്ച് വാറൻറ്റ് പുറപ്പെടുവിക്കുന്നത് CRPCയുടെ 93-ാം വകുപ്പ് പ്രകാരമാണ്. കോടതി സെർച്ച് വാറൻറ്റ് പുറപ്പെടുവിക്കുന്നത് CRPCയുടെ 93-ാം വകുപ്പ് പ്രകാരമാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ വന്ന കേരള എപ്പിഡമിക് ഡിസീസസ് ആക്ട് നിലവിൽ വന്നതെന്ന്? 2021. കോവിഡ് പശ്ചാത്തലത്തിൽ വന്ന കേരള എപ്പിഡമിക് ഡിസീസസ് ആക്ട് നിലവിൽ വന്നത് 2021. CRPCയിലെ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ ഫൈനൽ റിപ്പോർട്ട് നൽകുന്നത് ഏത് കോടതിയിലാണ്? സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി. CRPCയിലെ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ ഫൈനൽ റിപ്പോർട്ട് നൽകുന്നത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. CRPC നിലവിൽ വന്നതെന്ന്? 1973. CRPC നിലവിൽ വന്നത് 1973-ലാണ്. CRPCയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് ഡയറി തയ്യാറാക്കുന്നത്? 172-ാം വകുപ്പ് പ്രകാരം. CRPCയിലെ 172-ാം വകുപ്പ് പ്രകാരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് ഡയറി തയ്യാറാക്കുന്നത്. ഒരാളെ ഒരു പരിധിക്കപ്പുറം പോകാൻ അനുവദിക്കാതെ അന്യായമായി തടയുന്നത് IPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമാകുന്നത്? IPC സെക്ഷൻ 342. ഒരാളെ ഒരു പരിധിക്കപ്പുറം പോകാൻ അനുവദിക്കാതെ അന്യായമായി തടയുന്നത് IPC സെക്ഷൻ 342 പ്രകാരം കുറ്റകരമാകണം. ഒരു വ്യക്തിക്ക് അവകാശമുള്ള വഴിയെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്നത് IPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമാകുന്നത്? IPC സെക്ഷൻ 341. ഒരു വ്യക്തിക്ക് അവകാശമുള്ള വഴിയെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്നത് IPC സെക്ഷൻ 341 പ്രകാരം കുറ്റകരമാണ്. വേണ്ടത്ര കരുതലോടും ശ്രദ്ധയോടും കൂടി ചെയ്യുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തി IPCയുടെ ഏത് വകുപ്പിലാണ് വിശദീകരിക്കുന്നത്? IPC സെക്ഷൻ 52. വേണ്ടത്ര കരുതലോടും ശ്രദ്ധയോടും കൂടി ചെയ്യുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തി IPCയുടെ സെക്ഷൻ 52 വകുപ്പിലാണ് വിശദീകരിക്കുന്നത്. പ്രതി കോടതി മുമ്പാകെയോ
മജിസ്ട്രേറ്റ് മുമ്പാകെയോ നൽകുന്ന കുറ്റസമ്മതമൊഴിയെ കുറിച്ച് വിശദീകരിക്കുന്നത് തെളിവ് നിയമത്തിലെ ഏത് വകുപ്പിലാണ്? വകുപ്പ് 26. പ്രതി കോടതി മുമ്പാകെയോ മജിസ്ട്രേറ്റ് മുമ്പാകെയോ നൽകുന്ന കുറ്റസമ്മതമൊഴിയെ കുറിച്ച് വിശദീകരിക്കുന്നത് തെളിവ് നിയമത്തിലെ 26-ാം വകുപ്പിലാണ്. മോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്നത് IPC സെക്ഷൻ 379-ലാണ്. മോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്നത് IPC സെക്ഷൻ 379-ാം വകുപ്പിലാണ്. മനുഷ്യജീവന് ഹാനി വരത്തക്ക വിധം അപാകമായും അശ്രദ്ധമായും വാഹനമോടിക്കുന്നത് കുറ്റകരമാണെന്ന് IPCയുടെ ഏത് വകുപ്പിലാണ് പറയുന്നത്? IPC സെക്ഷൻ 279. മനുഷ്യജീവന് ഹാനി വരത്തക്ക വിധം അപാകമായും അശ്രദ്ധമായും വാഹനമോടിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്നത് IPC സെക്ഷൻ 279-ലാണ്. കളവ് മുതൽ സ്വീകരിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് IPCയുടെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്? IPC സെക്ഷൻ 411. കളവ് മുതൽ സ്വീകരിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് പറയുന്നത് IPC സെക്ഷൻ 411. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണത്തിൽ നിന്ന് തടയുന്നത് ശിക്ഷാർഹമാകുന്നത് IPC വകുപ്പ് ഏത് പ്രകാരമാണ്? 353. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണത്തിൽ നിന്ന് തടയുന്നത് ശിക്ഷാർഹമാകുന്ന IPC വകുപ്പാണ് 353. ജാമ്യമില്ലാ കുറ്റത്തെ നോൺ ബെയിലബിൾ ഒഫൻസിനെ കുറിച്ച് CRPCയുടെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്? CRPC സെക്ഷൻ 2 ക്ലോസ് A. നോൺ ബെയിലബിൾ ഒഫൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന CRPC സെക്ഷനാണ് CRPC സെക്ഷൻ 2 ക്ലോസ് A.